നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രൈം ബയോടാനിക്സ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അത് നാനോപ്ലാസ്റ്റിയുടെ തന്നെ ഒരു അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നതാണ്. ഒരു പ്രീമിയം ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണിത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 90 to 100% ഇതിനകത്ത് സ്ട്രെയിറ്റ് ലുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ സ്ട്രെയിറ്റ് ലുക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, ഇതൊരു നമ്മൾ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു സ്ട്രെയിറ്റ് ലുക്കാണോ വരുന്നത് എന്നുള്ളത്. അങ്ങനത്തെ ഒരു ലുക്കല്ല വരുന്നത്. ഇതിനൊരു നാച്ചുറൽ ആയിട്ട് എങ്ങനെ ഒരു മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നു ആ ഒരു ലുക്കായിരിക്കും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ പ്രീമിയം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിനകത്തുള്ള ടാനിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലി സോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ട്രീയിൽ നിന്ന് എടുത്തിട്ടുള്ള ടാനിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാനിക് ആസിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. പിന്നെ ഇത് നമ്മുടെ മുടിയിലെ മൈക്രോ ഫൈബർ, അതിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോ ഫൈബർ ഉണ്ട്. പ്രോട്ടോ ഫൈബറിനകത്താണ് നമ്മുടെ കെരാറ്റിൻ ചെയിൻസ് എല്ലാം ഉള്ളത്, അമിനോ ആസിഡ്സും എല്ലാം. അപ്പം ഈ അമിനോ ആസിഡ്സിൽ ഉള്ള ഡൈസൾഫൈഡ് ബോണ്ടിനെ അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ചിട്ട് അതിനകത്ത് ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ബോണ്ടിൻ്റെ സ്ട്രക്ചർ മാറ്റുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു മുടിയെ നമുക്ക് റീഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ കെരാറ്റിനൊക്കെ ചെയ്യുമ്പം അവർ പറയുന്നത് വെയ് ഡൗൺ ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് വെയ് ഡൗൺ ചെയ്യല്ല ചെയ്യുന്നത്, നമ്മുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ ഒന്ന് ഓൾട്ടർ ചെയ്യും. പക്ഷേ അതിനകത്ത് നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. പുതിയ ബോണ്ടും പുതിയ പെപ്റ്റൈഡ്സ് തമ്മിലുള്ള ബ്രിഡ്ജസ് എല്ലാം പുതുതായിട്ട് ഉണ്ടായിട്ടാണ് ഇതിനകത്ത് പുതിയൊരു ഷേപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡും നാച്ചുറലി സോഴ്സ് ചെയ്യുന്ന ഒരു ലാക്റ്റിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയുടെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം സ്ട്രെങ്ത്ത് കൂട്ടുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിസിബിളായിട്ട് നമ്മുടെ ഈ ഒരു എലാസ്റ്റിസിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഷൈൻ കൂടുന്നതും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡീറ്റാങ്കിളിങ് ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഇങ്ങനെ നമ്മൾ കൈയൊക്കെ ഓടിക്കുമ്പം എല്ലാവർക്കും അറിയാം, മുടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കൈ വലിക്കുമ്പം നമ്മുടെ ഈ ഒരു വലിവ് കാരണം മുടി പൊട്ടിപ്പോകുന്നുണ്ട്. ആ ഒരു ബ്രേക്കേജ് മാറ്റാനും എല്ലാം ലാക്റ്റിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഇതിന് വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കാൽപ്പിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഇച്ചിങ് വരും. പക്ഷേ അത് പ്രശ്നമുള്ളതല്ല. പക്ഷേ ചില ക്ലയൻസിന് അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി അതിൻ്റെ ഒരു മേജർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഹൈലറോണിക് ആസിഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും സ്കിൻ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഹൈലറോണിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അതൊരു ഹ്യൂമെക്റ്റൻ്റ് ആണ്. നമുക്ക് ഡ്രൈ സ്കിന്നാണ്, ഡീഹൈഡ്രേറ്റഡ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിൽ വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഹെയറിലും ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ക്യൂട്ടിക്കിളിനകത്തൂടെ കയറി കോർട്ടെക്സിൻ്റെ ഒരു ഔട്ടർ മോസ്റ്റ് പോർഷനിൽ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രീം ഹൈഡ്രേഷൻ ആയിരിക്കും നമ്മുടെ മുടിക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഇതിനകത്ത് വേറെയും ഇൻഗ്രീഡിയൻസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ്രലൈസ്ഡ് പ്രോട്ടീൻ ഉണ്ട്, അവകാഡോ പൊമഗ്രേനേറ്റ് എക്സ്ട്രാക്ട്സ് ഉണ്ട്, പിന്നെ അസൈബറിയുടെ എക്സ്ട്രാക്ട്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഹെയറിന് കൂടുതൽ നറിഷ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസും ഇല്ല. ഇപ്പോൾ ചില കമ്പനീസൊക്കെ നമുക്ക് പറയും ഇതിനകത്ത് ഫോർമാൽഡിഹൈഡ് ഇല്ല എന്ന് പറയും. പക്ഷേ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഫോർമാൽഡിഹൈഡിനെ റിലീസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു പേരോ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കെമിക്കൽസ് ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പം മിത്തലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നതുണ്ട്, മിത്തലിൻ ഓക്സൈഡ്, ഫോർമാലിൻ, ഫോർമോൾ, മിത്തനാൾ, മീത്തൈൽ ആൽഡിഹൈഡ്, മിത്താൽഡിഹൈഡ്, ഓക്സിമിത്തെയിൻ, ഓക്സോമിത്തെയിൻ, അങ്ങനെയൊക്കെ കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റാണ് നമുക്ക് എപ്പോഴും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് ഏകദേശം നമുക്കൊരു 4 to 6 hours ആണ് നമുക്ക് എടുക്കുന്നത്. ഇപ്പം 4 hours എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ ലെങ്ത്ത് മാത്രമേ ഉള്ളൂ, തിക്നെസ് ഒരുപാടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അല്ല നമുക്ക് ഒത്തിരി ലോങ് ഹെയർ ആണ്, ഒരുപാട് തിക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 അല്ലെങ്കിൽ 8 hours ഒക്കെ എടുത്തെന്നിരിക്കും. അത്രയും ലോങ് ഹെയർ, തിക്ക് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വരുമ്പം ആദ്യം ക്ലയൻറ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്. കൺസൾട്ട് ചെയ്യുമ്പം ചോദിക്കേണ്ട കുറേ ചോദ്യങ്ങളുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് നോക്കണം. ഇപ്പോൾ ചില ക്ലയൻസൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടായി എന്ന് പറയും. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ക്ലയൻസിന് ചിലപ്പം ഇതിന് മുന്നേ എന്തെങ്കിലും പനി വന്നിട്ടുണ്ടോ, വെയിറ്റ് ലോസ് വന്നിട്ടുണ്ടോ,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെലോജൻ എഫ്ലൂവിയം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് ഒരു 4 months കഴിഞ്ഞിട്ടായിരിക്കും ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 monthsൻ്റെ ഇടയിലാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നമ്മളെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഹെയർ ഫോൾ വന്നതെന്ന് പറയും. അതുകൊണ്ട് കൺസൾട്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ കൺസൾട്ട് ചെയ്തപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഒരു കുഴപ്പങ്ങളും പറ്റിയിട്ടില്ല ഈ ഒരു 4 monthsൻ്റെ ഇടയിൽ. പിന്നെ വേറെ നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചെയ്യുന്ന മുടിയാണ്, കാച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊരു വാഷ് കൊടുത്തിട്ടുണ്ട്. വാഷ് കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു 3 times വാഷ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രോഡക്റ്റ് ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഒരു 100% ബ്ലോ ഡ്രൈ ചെയ്ത ഹെയർ ആണിത്. ഇനി പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ നോക്കാം നമുക്ക്. പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ വളരെ തിന്നായിട്ടുള്ള സെക്ഷൻ എടുത്ത് സെക്ഷൻ ബൈ സെക്ഷൻ നമ്മൾ നെയ്പ്പിൽ നിന്ന് തുടങ്ങുകയാണ്. നെയ്പ്പിൽ നിന്ന് തുടങ്ങി നമുക്ക് ഫുൾ ഹെയർ കവർ ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും അത് വെയിറ്റ് നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. പ്രോഡക്റ്റ് എത്ര യൂസ് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലയൻറ്റിന് എന്ത് ചാർജ് ചെയ്യുന്നത്. നമ്മൾ പ്രോഡക്റ്റ് എടുക്കാൻ പോവാണ്. ഇപ്പം ആദ്യം ഒരു 60 grams പ്രോഡക്റ്റാണ് എടുക്കാൻ പോകുന്നത്. വളരെ തിന്നായിട്ടുള്ള സെക്ഷനാണ് എടുക്കേണ്ടത്. തിൻ സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് കറക്റ്റായിട്ട് ഇമൾസിഫൈ ചെയ്ത് അതിനകത്ത് പെനട്രേറ്റ് ചെയ്യുള്ളൂ. ഈ പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ നല്ല ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രോഡക്റ്റ് എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വളരെ മിനിമൽ പ്രോഡക്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈമാണ്. അപ്പം ഏകദേശം 1 hour ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം വരുന്നത്. പിന്നെ നല്ല കട്ടിയുള്ള മുടിയാണ്. അപ്പോൾ 1 hourനേക്കാളും കുറച്ചും കൂടെ കൂടിയാലും പ്രശ്നമില്ല, പക്ഷേ കുറയരുത്. ഇനി ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതിനൊന്ന് നമ്മൾ റാപ്പ് ചെയ്ത് വെക്കാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ AC-ലൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോസസ്സിങ് കുറച്ച് സ്ലോ ആവും, തണുപ്പ് കാരണം. അപ്പം നമ്മുടെ ഈ സ്കാൽപ്പിലുള്ള ടെമ്പറേച്ചർ ഫുള്ളായിട്ട് ഹെയറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വാഷിങ് കാണിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് വാഷിൽ കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു 10 to 20% പ്രോഡക്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഒരു ബോളിൽ വെള്ളം എടുത്തിട്ട് അത് മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഹെയറിൽ നല്ല വോളിയം ഉണ്ട് മുടിക്ക്. അപ്പോൾ നല്ലതായിട്ട് പ്രോഡക്റ്റും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബോളിൽ വെള്ളം എടുത്ത് അത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഫുൾ ഹെയറിൽ ഒഴിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് അതിനകത്തുനിന്ന് പ്രോഡക്റ്റ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ് എടുത്ത് ഇരുന്നാൽ നമുക്ക് ഫ്യൂംസും അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് എക്സസ് പ്രോഡക്റ്റിനെയാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു ബ്ലോ ഡ്രൈ ചെയ്തിട്ട് അയൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഒരു ബ്ലൂ കളറാണ് ഈ ഒരു ഹെയറിൽ നിന്ന് നമുക്ക് വരുന്നത്. ഇതെന്താ വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ കളറാണ്. അപ്പം നമുക്ക് ഈ ഒരു ചില മുടിയിൽ കളർ ചെയ്ത മുടിയിലൊക്കെ ഫെയ്ഡേജ് ഉണ്ടാവും. ആ ഫെയ്ഡേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വയലറ്റ് പിഗ്മെൻറ്റ്സിനെ ആഡ് ചെയ്തിട്ടുള്ളത്.
ഏത് ബോട്ടോക്സോ നാനോപ്ലാസ്റ്റിയോ അങ്ങനെയുള്ള ഏത് ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും വിർജിൻ ഹെയർ അല്ല എന്നുണ്ടെങ്കിൽ, കളേർഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ കളറിന് ഒരു ലിഫ്റ്റിംഗ് വരും. ഇപ്പം 1 ആണ് ലെവൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു 3 ലെവൽ അല്ലെങ്കിൽ 4 ലെവലിലോട്ടൊക്കെ മേളിലോട്ട് കയറിപ്പോകും. അപ്പം അതിനകത്ത് ഒരു യെല്ലോ ഷെയ്ഡ് വരും ചിലപ്പോൾ. ആ യെല്ലോ ഷെയ്ഡിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ് വയലറ്റ് കളർ. നമ്മൾ വാഷിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നല്ല സ്ട്രെയിറ്റ് ബ്ലോ ഡ്രൈ കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം സമയം എടുത്തിട്ടാണ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അയണിങ് ആണ് ചെയ്യാനുള്ളത്. അയണിങ് ചെയ്യുമ്പോഴും നമുക്ക് ഇതൊരു തിക്ക് ഹെയർ ആയതുകൊണ്ട് തന്നെ 230 ഡിഗ്രിയിലാണ് അയണിങ് ചെയ്യുന്നത്. ഓരോ ചെറിയ സെക്ഷൻ എടുത്തിട്ടും അതിൽ തന്നെ നമ്മളൊരു 18 to 20 പാസസ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ കൈയുടെ സ്ട്രെങ്ത് അനുസരിച്ചാണ് നമ്പർ ഓഫ് പാസസ് വരുന്നത്. ഒരുപാട് നല്ല ആരോഗ്യമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 16 പാസസൊക്കെ മതിയായിരിക്കും. പക്ഷേ അധികം നമുക്ക് ഒരു ടെൻഷൻ കൊടുക്കാതെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 20 കൂടുതൽ പാസസ് ചെയ്യേണ്ടി വരും. ഇത്രയും ചെറിയ സെക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് വലിച്ച് വെച്ചിട്ടാണ് അയണിങ് ചെയ്യുന്നത്. ചെറിയ ഫ്യൂംസ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ട്. അതായത് ഈ ഹെയറിൽ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്ര സമയം വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്ക് നല്ല കട്ടിയുള്ള മുടിയാണ്, വിർജിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂറാണ്. അല്ല നമുക്ക് ഒരു കുറച്ച് സെൻസിറ്റൈസ്ഡ് എന്ന് പറയുമ്പം കളർ ചെയ്തതാവാം, റീലൈറ്റൻ ചെയ്ത മുടി, സ്മൂത്തനിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 40 to 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ അയണിങ് ആണെങ്കിലും ഈ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിട്ടും ആണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത്. വളരെ ഫൈൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 230 ഡിഗ്രി ഇടേണ്ട കാര്യമില്ല. നമുക്കൊരു 190 അല്ലെങ്കിൽ 210 അങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ മുടി ഒരുപാട് കട്ടിയുള്ള മുടിയാണ്. ഓരോ മുടി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തിക്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ടെമ്പറേച്ചർ വെച്ചിട്ട് അയൺ ചെയ്യുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വളരുമോ എന്ന് പലർക്കും ഒരു ഡൗട്ടുണ്ട്. അപ്പം അതിൻ്റെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഷാഫ്റ്റിലാണ് ചെയ്യുന്നത്. അതായത് റൂട്ടിൽ ടച്ച് ചെയ്തിട്ടല്ല നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നത്. അപ്പോൾ റൂട്ടിൽ നിന്നാണ് നമുക്ക് മുടി വളർന്നു വരുന്നത്. അപ്പോൾ ഈ ഏത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും കെരാട്ടിനോ ബോട്ടോക്സോ നാനോപ്ലാസ്റ്റിയോ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഹെയർ ഗ്രോത്ത് വരില്ല. ഇപ്പം ചിലർ പറയുന്നുണ്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ഇവിടെ അയൺ ചെയ്യുമ്പോൾ 90 ഡിഗ്രി പിടിച്ചിട്ടാണ് അയൺ ചെയ്യേണ്ടത്. സ്കാൽപ്പിന് 90 ഡിഗ്രി ആയിരിക്കണം എപ്പോഴും പിടിക്കേണ്ടത്. ചെറുതായിട്ട് ഫ്യൂംസ് വരും. അത് പക്ഷേ വലിയ കുഴപ്പമില്ല. നമുക്ക് ക്യാൻസറസ് ആയിട്ടുള്ള സംഗതിയല്ല, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അയണിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ ഒന്ന് റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്ന് റിൻസ് ചെയ്തിട്ട് ഒരു മാസ്ക് അപ്ലൈ ചെയ്യുകയാണ്. വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രോഡക്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിൻസ് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതിൻ്റെ മാസ്ക് അപ്ലൈ ചെയ്തു. മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഹെയറിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു.
പ്രോഡക്റ്റ് വെച്ചിട്ട് അതിനുശേഷം അതിനെയും റിൻസ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തൊരു ബ്ലോ ഡ്രൈ ആണ് കൊടുക്കേണ്ടത്. പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നത് ഒരു ബ്ലാസ്റ്റ് ഡ്രൈ ആയിരുന്നു. ബ്ലോ ഡ്രൈ ബ്രഷ് വെച്ചിട്ട് ബ്ലോ ഡ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് അതിൻ്റെ ആക്ച്വൽ റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് വീട്ടിൽ പോയിട്ട് അവർ വാഷ് ചെയ്തിട്ട് ഉണങ്ങുകയാണ്, ഹെയർ ഉണങ്ങുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഷൈൻ മുടിക്കുണ്ടാവും. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു സ്ട്രെയിറ്റ് ചൂല് പോലെയൊക്കെ ചിലർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒന്നും ലുക്കല്ല, നാച്ചുറൽ സ്ട്രെയിറ്റ് ലുക്കാണ് മുടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ വോളിയം നമ്മൾ പിടിക്കുമ്പോഴും കുറച്ച് വോളിയം ബൂസ്റ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഷൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് നല്ല ഷൈനായിരിക്കും, ഹെയർ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് തൊട്ട് നോക്കുമ്പോഴും അവർക്ക് മനസ്സിലാവും എത്രത്തോളം മുടിയുടെ ടാങ്കിൾസ് മാറിയിട്ടുണ്ട്, എത്ര ഷൈൻ വന്നിട്ടുണ്ട്, എത്ര ഹെൽത്തി ആണ് എന്നൊക്കെ ഉള്ളത്. ഒന്ന് ഫീൽ ചെയ്ത് നോക്കാമോ, ഒന്ന് തൊട്ടിട്ട്? ഇല്ലേ, നന്നായിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിനും ഇഷ്ടപ്പെട്ടു. താങ്ക് യു.